ഇന്നലെ വീടിനടുത്ത് ഒരു സംഭവം നടന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് വീട്ടുകാരാണ്, ജ്യേഷ്ഠനും അനുജനും അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുകയാണ്. അതിനകത്ത് അനുജൻ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയി. അനുജൻ അല്പം ഈ ചേട്ടനുമായിട്ട് അവരൊരു കേസ് നടക്കുകയായിരുന്നു. 1 സെൻറ്റ് സ്ഥലത്തിൻ്റെ കേസായിരുന്നു. രണ്ടുപേരും സ്ഥലമൊക്കെ ഉള്ള ആളുകളാണ്. പേരൊന്നും ഇവിടെ എടുത്ത് പറയുന്നില്ല. അപ്പോൾ അതിനകത്ത് അനുജൻ മരണപ്പെട്ടു പോയപ്പോഴേക്കും ചേട്ടൻ്റെ മക്കളും ചേട്ടൻ്റെ കുടുംബക്കാരുമെല്ലാം കൂടിയിട്ട് ചേട്ടൻ്റെ വീട്ടിൽ കമ്പിത്തിരിയും പൂത്തിരിയും മത്താപ്പും അമിട്ടുമൊക്കെ പൊട്ടിക്കുകയായിരുന്നു. അവർ തമ്മിൽ അത്രയേറെ സ്പർദ്ധയാണ്, പകയായിരുന്നു, വിദ്വേഷമായിരുന്നു. ഈ സ്പർദ്ധയും സ്നേഹവും സ്പർദ്ധയും പകയും വിദ്വേഷവും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചിട്ട് ഒരാളുടെ പതനം കാണുമ്പോൾ മറ്റൊരാളത് ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വിഷുവാണ്. നാളെ വിഷു വരികയാണ്. ഈ വിഷുവിന് നമ്മൾ പൂത്തിരിയും മത്താപ്പും കമ്പിത്തിരിയും പടക്കവും ഒക്കെ നമ്മൾ പൊട്ടിക്കും. ലോകത്തുള്ള സകല കണിക്കൊന്നകളും ഇപ്പോൾ പൂത്തിട്ടുണ്ടല്ലേ. ആ കണിക്കൊന്ന പൂക്കളൊക്കെ നമ്മൾ അടർത്തിക്കൊണ്ട് വന്ന് നമ്മളുടെ വീട്ടിൽ നമ്മൾ കണിയൊരുക്കി നമ്മൾ ഇങ്ങനെ നിലവിളക്കൊക്കെ കൊളുത്തി 5 തിരിയൊക്കെ ഇട്ട് കൊളുത്തി നമ്മൾ പ്രാർത്ഥിക്കും. വിഷു ആഘോഷിക്കാത്തവരാണെങ്കിൽ പോലും അത്യാവശ്യം മറ്റ് പല രീതിയിലേക്ക് മറ്റുള്ളവർ സുഹൃത്തുക്കളുടെയും സ്നേഹിതരുടെയും ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ ആഘോഷത്തിൽ പങ്കുചേരാനായി പോവുകയും ആശംസകൾ അറിയിക്കുകയും ഒക്കെ ചെയ്യും. നമ്മൾ ഈ പൂത്തിരിയും കമ്പിത്തിരിയും മത്താപ്പൂക്കും ഒക്കെ പൊട്ടിച്ചിട്ട് ഈ കണിക്കുന്ന പൂക്കളൊക്കെ അടർത്തി വെച്ചുകൊണ്ട് മാത്രം ആഘോഷിക്കുന്നതാണോ വിഷു? അല്ല, ഒരിക്കലും അങ്ങനെയാകരുത്. നമ്മളുടെ ഹൃദയത്തിലായിരിക്കണം വിഷു ഉണ്ടാകേണ്ടത്. അതിനകത്ത് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹവും സഹാനുഭൂതിയും കാരുണ്യവും മമതയും ഒക്കെ ഉണ്ടാവണം. ഒരു അപരന് ഒരു തട്ടുകേട് വരുമ്പോൾ അല്ലെങ്കിൽ അവനൊരു ആപത്തിൽപ്പെടുമ്പോഴേക്കും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന തരത്തിലുള്ള ഒരു മനോഭാവത്തിലേക്ക് മലയാളി മാറിയ അവൻ്റെ സംസ്കാരം തീർച്ചയായിട്ടും മാറേണ്ടിയിരിക്കുന്നു. അത് തെറ്റാണ്. ലോകത്തിലുള്ള സകല കണിക്കൊന്ന പൂക്കളും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കണിവെക്കുന്നതിനകത്തല്ല കാര്യമെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ മനസ്സിലാണ് ഈ കണിക്കൊന്ന പൂക്കൾ വിടരേണ്ടത്. നമ്മുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ ആ നിറം ഇങ്ങനെ പടർന്ന് പന്തലിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം അനുഭൂതിയാണ് ലഭിക്കുന്നതെന്നറിയാമോ? ലോകത്ത് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി വകയില്ലാതെ, ഒരു ഗ്ലാസ് കടുങ്കാപ്പി കുടിക്കാൻ നിർവാഹമില്ലാതെ എത്രയോ ആയിരങ്ങൾ പിടഞ്ഞ് മരിക്കുന്നുണ്ടെന്നറിയാമോ? കടുങ്കാപ്പി കിട്ടാതെ മരിക്കുന്നതല്ല, വിശപ്പിൻ്റെ ആ വലിയ തീക്ഷ്ണത കൊണ്ട് മരിക്കുന്ന ആളുകളാണ്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ കത്തിച്ച് ഇത് കളയുമ്പോഴേക്കും നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ വിശക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ പുണ്യം ഈ ലോകത്ത് നമുക്ക് ഒരു വിഷുവിനും നമുക്ക് ലഭിക്കാതിരിക്കുകയില്ല. അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപരൻ്റെ ദുഃഖം മനസ്സിലാക്കാനായിട്ടുള്ള സന്മനോഭാവം നമ്മൾ കാണിക്കുക. നമ്മൾ നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി കാണിക്കുന്നതല്ല, അല്ലെ ആചരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആഹ്ലാദിക്കുന്നത്